ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അവാർഡ് ദാനവും സ്വപ്നങ്ങളുടെ സായൂജ്യം എന്ന പുസ്തക പ്രകാശനവും നടന്നു. ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അവാർഡ് ദാനവും സ്വപ്നങ്ങളുടെ സായൂജ്യം എന്ന പുസ്തക പ്രകാശനവും നടന്നു. ബ്രീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പരിപാടി ഡോക്ടർ കെ.പി. സുധീര ഉദ്ഘാടനം നിർവഹിച്ചു. ഷാഡോ പബ്ലിക്കേഷന്റെ സഹകരണത്തോടെയാണ് പുസ്തക പ്രകാശനം നടന്നത്. സ്വപ്നങ്ങളുടെ സായൂജ്യം 111 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതാ സമാഹാരം പ്രമുഖ എഴുത്തുകാരി ഡോക്ടർ കെ.പി. സുധീര കവി ആർ.എസ്. ഭാസ്കറിന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ 15 പേർക്കുള്ള ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ പേരിലുള്ള രാഷ്ട്രസേവാ പുരസ്കാരം സുനിൽ എസ്, ഡോക്ടർ കെ.എൻ, ഡോക്ടർ ടി.പി. മുഹമ്മദ്, നന്ദകുമാർ, ബാലകൃഷ്ണൻ കൊയ്യാൽ, എൻ.പി. പ്രസന്നകുമാരി, ഭാർഗവിക്കുട്ടി കെ, വി.പി. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ജേനിമോൾ കെ.വി, വിനോദ് ബാലൻ, എൻ.എ. ജെറീന ബാനു, ഡോക്ടർ വത്സല ജയചന്ദ്രൻ, പ്രൊഫസർ ഡോക്ടർ നിസാം റഹ്മാൻ, ഡോക്ടർ ജോൺ അഗസ്റ്റിൻ എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ ബി. ലൂയിസ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് റാഫി എം.പി. അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹരിദാസ് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. പക്ഷേ ഇദ്ദേഹം ബ്രീസ് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ഫൗണ്ടറുമായിട്ടുള്ള ലൂയിസ് ഇതിനു വേണ്ടി അദ്ദേഹം ജീവൻ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പരിചയപ്പെടാൻ കുറച്ച് വൈകിപ്പോയി. പക്ഷെ അത് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ആദരവ് ചെറുതല്ല. കാരണം കലാം സാഹിബിൻ്റെ ആശയങ്ങൾ അനിതര സാധാരണമായ ആഴമുള്ള ആശയങ്ങളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ വീണ്ടും കൊണ്ട് ഓർമ്മിപ്പിക്കാനും ഓരോ വർഷവും ഓരോരോ ആശയം എടുത്തിട്ട് അതിനെ ആധാരമാക്കി പുസ്തകമാക്കുകയും ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള 101 കവിതകൾ 101 പേരുടെ കയ്യിൽ നിന്നും കവിത കിട്ടി പുസ്തകം എളുപ്പമുള്ള കാര്യമാണ്. അതെല്ലാം അതിൻ്റെ ഈ ഷാഡോ പബ്ലിക്കേഷൻസിൻ്റെ പിന്നെ സ്ഥാപകനും അതിൻ്റെ പബ്ലിഷറും എഡിറ്ററും ഒക്കെ അദ്ദേഹമാണ്. 1 man ഷോ ആണ് കേട്ടോ സി ലൂയിസിൻ്റെ. എല്ലാം ഭംഗിയായിട്ട് നടത്തി 101 പുസ്തകം. അതിന് ഞങ്ങൾക്കൊക്കെ അവതാരിക എഴുതാൻ അവസരമുണ്ടായി. അപ്പോൾ ഈ ഒരു പുസ്തകത്തിനെ പറ്റി കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി. ഈശ്വരാധീനമാണ്. ഏതാണെങ്കിലും എ.പി.ജെ. അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. ഇതിലെ കവിതകളിൽ പലതും നേരത്തെ ആലപിച്ചിരിക്കുന്ന കവിതകളിൽ പലതും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന കാര്യങ്ങളാണെന്നുള്ളതും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും ഇതിലെ മറക്കില്ല ഭാരതം മറക്കില്ലൊരിക്കലും ശാസ്ത്രക്കുതിപ്പിനായി അങ്ങേയവും മറക്കില്ല ഭാരതം. നന്ദി, നമസ്കാരം. ജനങ്ങളുടെ നെഞ്ചിലേക്കിയ രാഷ്ട്രപതിയും കോടിക്കണക്കിന് ചെറുപ്പക്കാരുടെ മാർഗദർശിയുമായിരുന്ന ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിൻ്റെ പുണ്യ സ്മരണ പുതുക്കാനാണ് ബ്രീസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തുന്ന 11ാം ചരമവാർഷിക സമ്മേളനത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. നമ്മുടെ മുമ്പിൽ ജീവിച്ചുപോയ ഒരു പ്രകാശ ഗോപുരമായിരുന്നു കലാം സാർ. വലിയ ശാസ്ത്രജ്ഞനോ ഇന്ത്യയുടെ പ്രഥമ പൗരനോ എന്നതിനേക്കാളേറെ ലളിതമായ ജീവിതം കൊണ്ട് സ്നേഹസമ്പന്നമായ പെരുമാറ്റം കൊണ്ട് ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ ഇടപെടച്ച വ്യക്തിത്വമായിരുന്നു എ.പി.ജെ. അബ്ദുൽ കലാം. 11 കൊല്ലമായി ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചപ്പാടോടെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും മികച്ച അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഉൾപ്പെടുത്തിയ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി എക്സിബിഷനുകളായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോകും. ഇതിനെ മുഖ്യമായി നമുക്ക് എ.പി.ജെ. അബ്ദുൽ കലാമിൻ്റെ അനുസ്മരണ പ്രഭാഷണം അതിന് മുഖ്യമായി മുഹമ്മദ് റാഫി സാറാണ്. അദ്ദേഹം മികച്ച ഒരു ജയിൽ പുള്ളി തടവുകാരെയൊക്കെ ഇന്ത്യയിലൊട്ടാകെ പല അറിയപ്പെടാത്ത കേസുകളും വളരെ എന്താ പറയുക സസ്പെൻസോടുകൂടി തെളിയിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് റാഫി സാർ. അദ്ദേഹം എ.പി.ജെ. അബ്ദുൽ കലാമിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്താനും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.